ആറ്റത്തിലെ ഒരു പ്രോട്ടോണിന് ന്യൂട്രോണായി മാറാൻ സാധിക്കുമോ? യെസ്. എന്നാൽ എങ്ങനെയാണത്? അനാക്കോണ്ട സിനിമയിൽ ആ അനാക്കോണ്ട നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലനെ വിഴുങ്ങുന്നത് പോലെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്ത് അവരുടെ രണ്ടുപേരുടെയും നെഗറ്റീവും പോസിറ്റീവുമായ ചാർജുകൾ ന്യൂട്രലൈസ് ചെയ്ത് ചാർജേ ഇല്ലാത്ത ന്യൂട്രോണായി മാറുന്നു. ഇതൊരു റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ് ആണ്. കൂടാതെ അനാക്കോണ്ട സിനിമയിൽ ആ വിഴുങ്ങിയ മനുഷ്യനെ തിരിച്ച് ഒമിറ്റ് ചെയ്ത് കളയുന്നത് പോലെ ആറ്റത്തിൽ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്ത് ന്യൂട്രോണായി മാറിയ പ്രോട്ടോൺ ബൈ പ്രൊഡക്റ്റ് ആയി ഒരു ഇലക്ട്രോൺ ന്യൂട്രീനോയെ കൂടി എമിറ്റ് ചെയ്യും. ഒരു ഇലക്ട്രോൺ ന്യൂട്രീനോ എന്നാൽ 0 ഇലക്ട്രിക് ചാർജും കുറച്ച് മാസമുള്ള ഒരു സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണ്. 3 തരം ന്യൂട്രീനോകളാണുള്ളത്. അതിലൊന്നാണ് ഇലക്ട്രോൺ ന്യൂട്രീനോ. ഈ ന്യൂട്രീനോകളെയാണ് ഗോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണം ഇവ ഒന്നുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്നതാണ്. കൂടാതെ ഇവയാണ് യൂണിവേഴ്സിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന പാർട്ടിക്കിൾസിൽ ഒന്ന്.